നമസ്കാരം. കിഫ്ബിയിൽ പുതിയ വിവാദം കത്തിത്തുടങ്ങുന്നു. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാനുള്ള നീക്കമാണ് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. സർക്കാർ നീക്കം വേഗത്തിലാണ്. സാധ്യതാ പഠനം തുടങ്ങിക്കഴിഞ്ഞു. ടോൾ എന്ന പേര് മാറ്റി യൂസർ ഫീ എന്നാക്കും. പറ്റിയാൽ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസാക്കും. പ്രതിഷേധമുണ്ടാകാതിരിക്കാൻ ടോൾ പ്ലാസകളില്ലാത്ത സൂത്രവിദ്യയാകും സർക്കാർ പ്രയോഗിക്കുക. എം വി ഗോവിന്ദൻ ഇപ്പോൾ പാർട്ടി വേദികളിൽ പറയുന്ന AI ക്യാമറ കൊണ്ടുള്ള സൂത്രവിദ്യ. ആ സൂത്രം നടക്കില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾക്ക് അമിത ഭാരമാകും ടോൾ എന്നതിലും തർക്കമില്ല. എന്നാൽ ഒറ്റ ചോദ്യം, ഒരു നാടിന്റെ ഉയിർ മുഴുവൻ ഉരുളെടുത്ത് ഒലിച്ചു പോയാലും കേരളത്തെ തിരിഞ്ഞു നോക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ പ്രതികാരദാഹത്തെ നമുക്ക് പ്രതിരോധിക്കേണ്ടേ? കിഫ്ബിക്ക് ജീവവായു നൽകേണ്ടേ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ടോളിൽ പൊള്ളുമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും PP ചിത്തരഞ്ജൻ MLA, കോൺഗ്രസിൽ നിന്ന് നിജേഷ് അരവിന്ദ്, BJP-യിൽ നിന്ന് രവി തേലത്ത്, അല്പസമയത്തിനകം സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, സർക്കാർ ഈ ടോൾ എന്ന വഴിയിലൂടെ അല്ലാതെ എങ്ങനെ കിഫ്ബിയെ നിലനിർത്തും? കിഫ്ബിയെ നിലനിർത്തുക എന്നുള്ളതാണോ ഈ നാട്ടിലെ ജനത ജീവിക്കുക എന്നുള്ളതാണോ സർക്കാരിന് മുന്നിലെ പ്രശ്നം? കിഫ്ബി വന്ന കാലത്ത് ശ്രീ തോമസ് ഐസക്ക് സാമ്പത്തിക വിദഗ്ധനെ പോലെ, സാമ്പത്തിക ബുദ്ധിജീവിയെ പോലെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അമിതമായ പലിശയ്ക്ക് പണം വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ചില പരിപാടികൾ നടത്തുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇത് നാളെ സർക്കാരിന് ബാധ്യതയാകും, ജനങ്ങൾക്ക് ബാധ്യതയാകും. അപ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞു അങ്ങനെയല്ല, ഇതിന് മറ്റു പരിപാടികളുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ അവസാനത്തെ കൈയിട്ട് വാരാൻ, സാധാരണക്കാരനെടുത്ത് കൈയിട്ട് വാരാനുള്ള അവസാനത്തെ പണി വൻകിട പദ്ധതികൾക്ക് വരുമാന ഗോവിന്ദമാഷയുടെ ഒരു ന്യായീകരണം. വൻകിട പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വരുമാനം വേണ്ടേ? വണ്ടി ഇറക്കുന്നവൻ ടാക്സ് അടയ്ക്കണം, 15 കൊല്ലത്തേക്കുള്ള ടാക്സ്. അവൻ പെട്രോൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ടാക്സ് അടയ്ക്കണം. ഇനി അവൻ റോട്ടിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ടാക്സ് അടയ്ക്കണം. അതിന് യൂസർ ഫീ അത് വേറെ അടയ്ക്കണം. ഇതൊന്നും കേരളത്തിൽ ഇനി അനുവദിക്കാൻ പോകുന്ന പ്രശ്നമല്ല. ഞങ്ങൾ വളരെ കണിശമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആർക്കും തീറെഴുതി കൊടുത്തതോ ആരുടെയും തറവാട്ട് വകയൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളുടെ സ്വത്ത്. ചോദ്യം ഒന്ന്, ഇതിപ്പോ ഒളിച്ചു കടത്തിക്കൊണ്ടുവന്നതല്ല. ഈ കിഫ്ബി നിയമത്തിൽ മതിയായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി എന്ന രൂപത്തിലേക്ക് അതിനെ പുനഃസൃഷ്ടിച്ചത് ഒളിച്ചു കടത്തിക്കൊണ്ടല്ല, നിയമസഭയിലൂടെ തന്നെയായിരുന്നു, നിയമ പരിഷ്കരണത്തിലൂടെ തന്നെയായിരുന്നു. അന്ന് 2016 പ്രതിപക്ഷം അതിനനുകൂലമായി കൈപൊക്കിയിട്ടുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് ഈ പരിഷ്കരിക്കപ്പെട്ട കിഫ്ബി നിയമം അംഗീകരിക്കപ്പെട്ടത്, സഭ പാസാക്കിയത്. അല്ല എന്നുണ്ടോ? ചോദ്യം 1. ചോദ്യം 2, നിങ്ങൾ ഈ പറയുന്ന ഈ കുറ്റം മാത്രം കേൾക്കേണ്ട ഒരു തോളായിട്ട് നിങ്ങൾ ഐസക്കിനെ മാറ്റേണ്ട. ഐസക് അതേ നിയമസഭയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും അല്ലാത്ത ഘട്ടങ്ങളിലും പ്രതിപക്ഷ നിരയോട്, ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ആവശ്യപ്പെടുമോ പ്രതിപക്ഷത്തെ ഈ പറയുന്ന കിഫ്ബി പദ്ധതി ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് വേണ്ട എന്ന്? വേണമെന്ന വാശിയാണല്ലോ കാണിച്ചിരുന്നത്. അതെന്തുകൊണ്ട്? മൂന്നാമത്തെ കാര്യം, നിജേഷ്, നിങ്ങൾ ഈ പറയുന്നു ഇന്ധനം അടിക്കുമ്പോൾ സെസ് കൊടുക്കുന്നു, വാഹനം ഇറക്കുമ്പോൾ സെസ് കൊടുക്കുന്നു, ഇനി ടോളും കൂടെ കൊടുക്കണമോ? ഇതെല്ലാം കൂടി ഐസക്കിന്റെ വീട്ടിലേക്കല്ല കൊണ്ടുപോയത്. എവിടേക്കാണ് ആ പണം എത്തിയത്? ഏതൊക്കെ പദ്ധതികൾക്കാണ് അത് വിനിയോഗിക്കപ്പെട്ടത്? അപ്പോഴൊന്നും ടോൾ ഈടാക്കിയിട്ടില്ലല്ലോ. ഇതിന് മൂന്നിനുള്ള മറുപടി ആദ്യം. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി, കേരള നിയമസഭയ്ക്കകത്ത് കാളവാല് പൊക്കിയ സമയത്ത് തന്നെ MLA-മാർ ചോദിച്ചിട്ടുണ്ട്, നാളെ കേരളത്തിലെ ജനങ്ങൾ ഇതിന് ഫൈൻ കൊടുക്കേണ്ടി വരുമോ, ടോൾ കൊടുക്കേണ്ടി വരുമോ? അന്ന് വളരെ കൃത്യമായിക്കൊണ്ട് LDF ഗവൺമെന്റിന് വേണ്ടി ശ്രീ തോമസ് ഐസക്ക് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, നിയമസഭാ രേഖയിലുണ്ട്, ഒരു കാരണവശാലും ജനങ്ങളിൽ നിന്ന് കിഫ്ബി ഫണ്ടിന്റെ പേരിൽ ടോൾ വിരിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ നയത്തിൽ വ്യതിയാനം വരുത്തിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സർക്കാർ ഏകപക്ഷീയമായി ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, ഒരു സെക്കൻഡ്. 2018 C&AG ഇങ്ങനെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നു. അതിനുശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ വിളിച്ചു പറയുകയാണ്, ഇത് പൊതു കടമെടുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഇത്ര കോടി, 24,000 കോടി ഒറ്റയടിക്ക് വെട്ടിക്കളയുന്നു നിങ്ങളുടെ കടമെടുക്കൽ പരിധിയിൽ നിന്ന്. ഇത് ത്രികാലജ്ഞാനിയായി അന്ന് തന്നെ ഐസക്കിന് കാണാൻ കഴിയില്ല ഇങ്ങനെ ക്രൂരമായ നിലപാടുള്ള ഒരു കേന്ദ്ര സർക്കാർ വരും കേരളത്തെ പ്രഹരിക്കാനെന്ന്. ശ്രീ വേണു, ന്യായീകരണങ്ങൾ നല്ലതാണ്. പക്ഷെ കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് വന്ന സമയത്തു തന്നെ
അമിതമായ പലിശയ്ക്ക് പണം വാങ്ങിക്കൊണ്ട് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന ഒരു പദ്ധതി മുന്നോട്ട് വെക്കുകയും വാരിക്കോരി കിഫ്ബിയിലൂടെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്ത സമയത്ത് തന്നെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കേരളം നാളെ കടക്കെണിയിലേക്ക് പോകും, ഇതിനെ തിരിച്ചടയ്ക്കാൻ സാധിക്കുകയില്ല. എവിടുന്നാണ് ഈ പലിശ തിരിച്ചടയ്ക്കുക, എങ്ങനെയാണ് ഈ കടം വീട്ടുക എന്ന് ഒരുപാട് തവണ കേരളം ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്ത സമയത്ത് ഇല്ലാത്ത ന്യായവാദങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുകയും ഇതിന്റെ ഭാരമെല്ലാം ജനങ്ങളുടെ തലയിലേക്ക് വെക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അപ്പോൾ പോലും കേന്ദ്രത്തിനെതിരെ ഒന്നും പറയരുത് കേട്ടോ നിജേഷേ. അപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വിമർശനങ്ങളെല്ലാം ഈ കേരളത്തിൽ തന്നെ ഒതുക്കണം. അപ്പോഴും കേന്ദ്രത്തിനെതിരെ ഒന്നും പറയരുത്. എപ്പോൾ മുതലാണ് കേന്ദ്രത്തിനെതിരെ പറയാൻ തുടങ്ങാൻ പോകുന്നത്? അല്ല ആവശ്യമുള്ള സമയത്ത് കേന്ദ്രത്തിനെ എതിർക്കുക, ആവശ്യമില്ലാത്തിടത്ത് ന്യായീകരിക്കാൻ വേണ്ടി കേന്ദ്രത്തിലേക്ക് ലാക്കാക്കുക, ഈ രണ്ട് ലക്ഷ്യവും എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഇല്ല. കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള നിലപാടുകൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കേരളം കാണിച്ച റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മോഡലല്ല എങ്കിൽ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലടക്കം ഇന്നിപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ മണ്ഡലത്തിൽ വേണ്ട ഇതിൻ്റെ പദ്ധതികൾ, കാരണം അത് ജനങ്ങൾക്ക് നാളെ ഒരു ഭീഷണിയാകും, ജനങ്ങൾക്ക് ഭാരമാകും, സംസ്ഥാനത്തിനത് ഭാരമാകും. ആ നിലപാടെടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? എത്ര സ്കൂളുകൾ വന്നു നിജേഷേ? അല്ലല്ല, ഒരു സെക്കൻഡ്, എത്ര ആശുപത്രി കെട്ടിടങ്ങൾ വന്നു? അതൊക്കെ ഏതൊക്കെ രൂപത്തിൽ നവീകരിക്കപ്പെട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? അതിൽ നിന്നൊക്കെ ടോൾ വരുന്നുണ്ടോ? അല്ലെന്നേ, അതിൽ നിന്ന് ടോൾ വരുന്നുണ്ടോ? സ്കൂളിൽ നിന്ന് വരുമോ? പരിഷ്കരിക്കപ്പെട്ട സ്കൂളിൽ നിന്ന്, പരിഷ്കരിക്കപ്പെട്ട ആശുപത്രി കെട്ടിടങ്ങളിൽ നിന്ന് ടോൾ വരുമോ? അല്ല, ഞാൻ വേണു, എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരൻ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന റോഡ്, ആ റോഡിന് വീതി കൂട്ടുകയോ 50 കോടി രൂപയ്ക്കൊക്കെയോ അധികം പണം ചെലവാക്കുകയോ ചെയ്തതിന്റെ പേരിൽ അവൻ ടോൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അംഗീകരിക്കുക? സംസ്ഥാന സർക്കാരിന്റെ പാതകളിൽ ടോൾ ഏർപ്പെടുത്തിയിരുന്ന കാലം നിജേഷിന് ഓർമ്മയുണ്ടോ? അത് ഏത് സർക്കാർ ഭരിക്കുമ്പോഴാണ്? ദേശീയപാത അവിടെ നിൽക്കട്ടെ, കേരളത്തിലെ സംസ്ഥാന പാതകളിൽ ടോൾ പിരിവുണ്ടായിരുന്ന കാലം ആരുടേതായിരുന്നു? ആരുടെ കാലത്താണ് അത് അവസാനിപ്പിച്ചത്? രണ്ടും ഓർമ്മയുണ്ടോ? രണ്ടും നമുക്ക് പരിശോധിക്കാം. രണ്ടും പരിശോധിക്കുന്നത് യാതൊരു പ്രയാസമില്ല. കേരളത്തിലെ പാതകളിലല്ല, കേരളത്തിലെ ചില പാലങ്ങളിലാണ് ടോൾ കൊണ്ടുവന്നത്. ആ പാലങ്ങളുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ആ ടോൾ എടുത്തു മാറ്റണമെന്ന് സർക്കാരും പറഞ്ഞിട്ടുണ്ട്, കോടതിയും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും സാധാരണക്കാരൻ ഇന്നലെ വരെ ഉപയോഗിച്ച റോഡ്, പുതിയ റോഡല്ല, ഇന്നലെ വരെ ഉപയോഗിച്ച റോഡ് വീണ്ടും ആ റൂട്ടിലൂടെ നിരന്തരം, ഞാൻ ശ്രീ വേണുവിനോട് പറയുന്നത്, സാധാരണക്കാരൻ്റെ റോഡ്, ഇപ്പൊ സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്ന റോഡ്, അല്ലെങ്കിൽ ഒരല്പം നീളമുള്ള റോഡ്, അതിലൂടെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ആരാ? ഒരു സ്ഥിരമായി പോകുന്ന യാത്രക്കാരാ. ആ യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് വീണ്ടും പണം വാങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കുക? ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് അങ്ങനെയല്ല, പുതിയ റവന്യൂ ഉണ്ടാക്കാൻ സർക്കാരിന് സാധിക്കണം. അല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് പണം വീണ്ടും വീണ്ടും വാങ്ങുന്നതിനെ റവന്യൂ ആണ് എന്ന് പറഞ്ഞ് കണക്കിൽപ്പെടുത്താൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിക്കേ. എനിക്കും വേണുവിനും പറ്റുമോ അത്? വേണുവിന് പറ്റുമോ അത്? സാധാരണക്കാരൻ ശരി നിജേഷ്. ചിത്രരഞ്ജൻ, 2017 ബഡ്ജറ്റ് പ്രസംഗത്തിൽ കിഫ്ബി എന്നുള്ള പദ്ധതിയെ സംബന്ധിച്ച് അന്നത്തെ ധനകാര്യമന്ത്രി വിശദീകരിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമെന്നാണ്. ഞാൻ അവിടെ നിന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഈ കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ അന്നത്തെ ഒരു പത്രക്കട്ടിങ്ങിനെടുത്ത് വായിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ, ഞാൻ അവിടുന്ന് തുടങ്ങാം, വലിയഴിക്കൽ എന്ന് പറയുന്ന ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പ്രദേശങ്ങളെ തമ്മിൽ, ആറാട്ടുപുഴയും കരുതാവപ്പള്ളിയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലം നിങ്ങൾക്ക് കാണാം. 124 കോടി രൂപ ചെലവഴിച്ചാണ്. ഒരു നൂറ്റാണ്ട് കാലത്തെ ആ തീരദേശത്തെ ജനതയുടെ സ്വപ്നമാണ് ആലപ്പുഴ കൊല്ലം ജില്ലകളെ ബന്ധപ്പെടുത്തുന്ന ഒരു പാലം നിർമ്മിക്കണമെന്നുള്ളത്. അദ്ദേഹം മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമെന്ന് പറഞ്ഞ അതേ പദ്ധതിയുടെ അതേ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ പ്രദേശങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള ഡസൻ കണക്കിന് വരുന്ന ദ്വീപുകളെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന
ജില്ലകളെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന നിരവധിയാകുന്ന പാലങ്ങൾ എല്ലാം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത് ഈ പദ്ധതി വന്നതിന് ശേഷമാണ് എന്നുള്ളത് 140 MLA-മാർ അവരേത് പാർട്ടിയും ആയിക്കോട്ടെ, ആ 140 MLA-മാരും മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു MLA ആണ് ശ്രീ PK ബഷീർ. അദ്ദേഹം 1-2 തവണ നിയമസഭയിൽ തന്നെ പറയണ കേട്ടു, ഏറ്റവും കൂടുതൽ സ്കൂളിന് കാശ് കിട്ടിയത് എനിക്കാണ്, എൻ്റെ മണ്ഡലത്തിലാണ്. അഭിമാനബോധത്തോടാണ് പറഞ്ഞത്. ഒരു കുറ്റവുമില്ല. കാരണം 2000-ന് മുകളിൽ സ്കൂളുകളാണ് ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് നമ്മൾക്ക് അപകടം ഉണ്ടാകുന്ന നിലയിൽ നിന്നിരുന്ന എല്ലാ വിദ്യാലയങ്ങളും പൊളിച്ച് അതിന് പകരം പുതിയ കെട്ടിടങ്ങൾ, നിരവധി ആശുപത്രികൾ, ഇതെല്ലാം നമുക്ക് പണിയാൻ കഴിഞ്ഞു. 6743 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ, 20,000 കോടി രൂപയുടെ ഭൂമിയെടുപ്പ്. പ്രിയപ്പെട്ട വേണു, 6000-നടുത്ത് കോടി രൂപ കൊടുത്തല്ലേ നമ്മൾ ദേശീയപാത ഇപ്പം നിർമ്മിക്കുന്നത്, അതിന് ഭൂമി എടുത്തു കൊടുത്തത്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടു പോയ പദ്ധതിയല്ലേ? ഈ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ് ഭൂമിക്ക് കാശ് കൊടുക്കുന്നുണ്ടോ? നമ്മളങ്ങനെ എടുത്തതിൻ്റെ ഫലമായിട്ടെന്താ? ഒരു ജീവിത കാലഘട്ടത്തിലുള്ള നമ്മുടെ സ്വപ്നമായിരുന്ന NH-66 പണി നടക്കുകയാണ്. നാം എല്ലാം ഇത് കാണുകയല്ലേ? ആ NH-ലൂടെ ഓടുന്ന വണ്ടിക്ക് NHI അവർ കാശ് പിരിക്കും. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലെ ഞാൻ ന്യായീകരിച്ച് പറയല്ല. ഞാൻ പറഞ്ഞത് ഈ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ കിഫ്ബിയുടെ കടം പോലും നേരത്തെ വേണു പറഞ്ഞതുപോലെ നമ്മുടെ പൊതുക്കടത്തിലേക്ക് അതും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണല്ലോ. നമ്മളെ ഇനി എന്താ ചെയ്യാനുള്ളത്? ഒരു കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്തില്ലേ? ഒരു വരി ആ നടപടിയെ ഒന്ന് വിമർശിക്കാൻ പോലും കോൺഗ്രസിൻ്റെ പ്രതിനിധി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം. ഏറ്റവും വലിയൊരു ദുരന്തമുണ്ടായ വയനാട് 10 പൈസ ബഡ്ജറ്റിൽ പോലും നമുക്ക് പറഞ്ഞില്ല, ഒരു പദ്ധതിയും തന്നില്ല, അർഹതപ്പെട്ടത് വെട്ടിക്കുറച്ചു. എങ്ങനെ ഈ കേരളം മുന്നോട്ട് പോകും? ഈ കേരളത്തിൽ ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണം, കൊച്ചിയിലെ ക്യാൻസർ സെൻ്റർ, അതുപോലെ എറണാകുളം ജനറൽ ആശുപത്രി, കുട്ടനാട്ടിലെ കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ സാംസ്കാരിക സമുച്ചയങ്ങൾ, ഞാനടക്കമുള്ള തീരദേശത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1500 കോടി രൂപ മുടക്കിയാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് പ്രദേശങ്ങളിൽ ട്രസ്ട്രോപ്പോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചെല്ലാനം മാത്രം 340 കോടിയാണ് കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് തീരത്തിൻ്റെ സംരക്ഷണം. ഇതിലെവിടെയെങ്കിലും ടോൾ പിരിക്കാൻ ഒക്കുമോ? ഇതിലെവിടെയെങ്കിലും വാങ്ങുന്നുണ്ടോ? ഒന്നും വാങ്ങുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നമ്മെ ശ്വാസം മുട്ടിക്കുമ്പോൾ, ഈ കേരളത്തിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ പുതിയ ധനാഗമ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ മുന്നിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പല നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. 50 കോടി രൂപയുടെ മുകളിൽ ഈ പശ്ചാത്തല വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള റോഡുകളും പാലങ്ങളെയും സംബന്ധിച്ചാണ് ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. ആ നിർദ്ദേശവും ഉപയോഗിക്കുന്ന ആ ദൂരത്തിന് വേണ്ടി മാത്രം അതിൽ തന്നെ തദ്ദേശവാസികളെ ഒഴിവാക്കും. നിർദ്ദേശങ്ങളാണ്, ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ എന്താണ് മാർഗം? ഇവർ പറയുന്ന പോലെ റവന്യൂ വരുമാനം കൂട്ടണമെന്ന് പറയുന്നു. ചരിത്രത്തിൽ ഒരിക്കലും ഇണ്ടാത്ത നിലയിൽ നമ്മൾ 33,000 കോടി രൂപ ഈ 2 വർഷക്കാലം കൊണ്ട് നമ്മുടെ റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചില്ലേ? വെറുതെ ഇരിക്കുകയാണോ? 40,000 കോടി എന്നുള്ളത് 73,000 കോടിയായിട്ട് പിരിച്ചെടുത്തില്ലേ? നമ്മൾ നീങ്ങിയല്ലേ? ആ റവന്യൂ വരുമാനം കൊണ്ട് മാത്രം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുമോ? നിങ്ങൾ UDF ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു കാലത്തും ഈ കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ചിന്തിച്ചതുപോലെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ വരുമോ വരത്തില്ല എന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നാളെ നിങ്ങളൊരു കാലത്ത് വരേണ്ട സാഹചര്യം വന്നാൽ പോലും കൂടെ നിങ്ങൾ ആലോചിക്കണ്ടേ? നമ്മുടെ സ്റ്റേറ്റിന് പിടിച്ചു നിൽക്കണ്ടേ? ഈ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് ശത്രുതയോടുകൂടി ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ തരുന്നില്ല എന്ന് പോട്ടെ, 2 കേന്ദ്രമന്ത്രിമാർ മാറിയിരുന്ന് നമ്മളെ കേരളീയരെ ആക്ഷേപിക്കുക കൂടെ ചെയ്യല്ലേ? നമ്മൾ ഏറ്റവും പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാശ് തരുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളി അന്തസ്സായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കേരളത്തിൻ്റെ നേട്ടങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എങ്ങനെയും നമ്മളെ ജനിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ കേരളത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ചെറിയ തുകയാണോ? 87,437 കോടി ഈ കേരളത്തിൽ ഈ കിഫ്ബി
87,437 കോടി രൂപയുടെ വികസന പ്രവർത്തനം, അതിന് 20,000 കോടി രൂപ ഭൂമിയെടുത്തതിന് നമ്മൾ അതെല്ലാം ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഇതിലല്ലേ? പക്ഷെ രണ്ട് പ്രശ്നങ്ങൾ പറയുന്നതോട് രാഷ്ട്രീയം കാണേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു റവന്യൂ ജനറേറ്റിംഗ് മോഡൽ അല്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ വിമർശനം അന്നു മുതലേ ഉയരുന്നതാണ്. ഇത് സർക്കാർ ഈട് നിന്നുകൊണ്ട് നൽകുന്ന പദ്ധതികളാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാധ്യത സർക്കാരിലാണ് വരിക എന്നത് കാലയെക്കൂട്ടി തന്നെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ധനമന്ത്രിമാരാണ്. മുൻ ധനമന്ത്രിയും ഇപ്പോഴത്തെ ധനമന്ത്രിയും പിന്നെ KM എബ്രഹാമും ഒക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു വാസ്തവമല്ലേ? റവന്യൂ ജനറേറ്റ് ചെയ്യുന്നൊരു മോഡലല്ല ഇത് എന്നത്. രണ്ടാമത്തെ കാര്യം, ഒറ്റ സെക്കൻഡ് സാർ, രണ്ടാമത്തെ കാര്യം, ഇതിനോടകം തന്നെ നാം ഇന്ധന സെസ് വഴി അതുപോലെ തന്നെ ഈ മോട്ടോർ വാഹന നികുതിയുടെ പകുതി ഇത് രണ്ടും കിഫ്ബിക്ക് നൽകുന്നുണ്ട്. അവിടെയാണ് നിജേഷ് പറയുന്നത് നാളെ വീണ്ടും ഇതേ നികുതിദായകരിൽ നിന്ന് തന്നെ ടോളും കൂടെ പിടിച്ചെടുക്കാനുള്ള നീക്കം നടക്കുന്നത് എങ്ങനെയാണ് മാതൃകാപരമാവുക എന്ന്. ബെണു, ഒരു അസാധാരണമായ സാഹചര്യത്തെയാണ് ഈ കേരളം അഭിമുഖീകരിക്കുന്നതെന്നുള്ളത് മലയാളിയായിട്ടുള്ള വേണുവിനും കോൺഗ്രസിന് പ്രതിനിധിയായിട്ടുള്ള വിജേഷിനും എനിക്കും എല്ലാം മനസ്സിലാക്കുന്നതല്ലേ. നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ വരുമാന മാർഗത്തെക്കുറിച്ച് നമ്മൾ നിശ്ചയിച്ചിരുന്നത്? നമ്മൾ നിലവിൽ നമുക്കുള്ള പെട്രോളിയത്തിൻ്റെ സെസ്, മോട്ടോർ വാഹന നികുതി, ഇത് രണ്ടിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഈ കടം തിരിച്ചടക്കാൻ കഴിയും. ഈ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നീങ്ങുന്നത്. എന്നാൽ നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മുടക്കുന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് നമ്മൾ ഈ ചോദിക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന തുകയുടെ ന്യായമായിട്ടുള്ള വിഹിതമല്ലാതെ വേറെ ഏതെങ്കിലും ഔദാര്യമല്ലല്ലോ കേരളം ചോദിക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന തുകയുടെ വിഹിതം, അതിൽ ഇത്ര ഗണ്യമായൊരു വെട്ടിക്കുറവ് നമ്മൾ ആരും ജ്യോത്സ്യന്മാരല്ലല്ലോ. നാളെ ഇങ്ങനെ വെട്ടിക്കുറക്കാൻ പോണെന്ന് നമ്മൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ ഇവിടെ 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടല്ലോ. ഈ കേരളത്തെ, ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു സംസ്ഥാനത്തോട് ഒരു കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ മുറിച്ചു കിടക്കണമല്ലോ. ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ് BJPയുടെ പ്രതിനിധി ശ്രീ രവി. താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ശ്രീ രവി, ഇതിപ്പോ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി റോഡുകളിലൂടെ ടോൾ പിരിവിന് സംസ്ഥാന സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണെന്നാണ് CPMന്റെ നിലപാട്. അതിനോടുള്ള BJPയുടെ പ്രതികരണം എന്താണ്? അതൊരു വിചിത്രമായ നിലപാടാണ്. കേരള സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും സാമ്പത്തിക മേഖലയിൽ തനതായിട്ടുള്ള വരുമാനം കണ്ടെത്തി ഒരു സർക്കാർ ജനങ്ങളെ സേവിക്കേണ്ട ആ മെക്കാനിസം അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് അവർ സാധാരണയായി ഉയർത്തുന്ന ഒരു സ്ഥിരം പല്ലവിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഞെരുക്കിക്കൊല്ലുന്നു എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളീയരായ എല്ലാവർക്കും അറിയാം, കേരളത്തിലേക്ക് ആവശ്യത്തിന് എല്ലാ പദ്ധതികൾക്കുമുള്ള സഹായം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പൊ സംസ്ഥാന സർക്കാർ പറയുന്നത് റോഡിന്റെ വികസനത്തിന്റെ കാര്യമാണല്ലോ. കേന്ദ്ര ഗവൺമെന്റ് അല്ലേ വലിയ തോതിൽ സഹായം നൽകിക്കൊണ്ട് ഇവിടെ ഈ കേരളം മുഴുവനും നാഷണൽ ഹൈവേയുടെ വികസനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ റോഡിന്റെ ഫണ്ട് ഈ രാജ്യത്ത് കേരളത്തിൽ നിന്ന് മാത്രമാണ് ദേശീയപാത അതോറിറ്റി ഭൂമി ഏറ്റെടുക്കലിന്റെ ബാധ്യത സംസ്ഥാന സർക്കാരിന് മേൽ വെച്ചത്. അത് കേരളത്തിൽ മാത്രമാണ്. 6300 കോടിയോളമാണ് നമുക്ക് ഈ ഭൂമി വില എന്ന നിലയിൽ NHAIക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതിന്റെ കാരണമായി NHAI പറഞ്ഞതാണ് രവി വിചിത്രം, ഈ കേരളത്തിൽ ഭൂമിയുടെ വില അധികമാണ് എന്ന്, ആ ബാധ്യത അവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ കേരളത്തിൽ നിന്നും മാത്രമായി 6300ഓളം കോടി ഈ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി നൽകേണ്ടി വന്ന ബാധ്യത അത് അടിച്ചേൽപ്പിച്ചത് കേന്ദ്ര സർക്കാരല്ലേ? അല്ല, താങ്കൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറരുത്. ഞാൻ പറഞ്ഞു വന്നത്, കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നു.
അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് വർഷങ്ങളോടത് മുടങ്ങിക്കിടന്നത്? രണ്ട് കാര്യങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. ഒന്ന്, ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുക കേരളത്തിൽ നിന്ന് മാത്രമായി കേന്ദ്രം ഈടാക്കിയ സമീപനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? അങ്ങ് കേരളത്തിൽ നിന്നാണല്ലോ BJP പ്രതിനിധീകരിക്കുന്നത്, കേരളത്തിന് പുറത്തു നിന്നിട്ടല്ലോ. അപ്പൊ ഇങ്ങനെ അങ്ങിരിക്കുന്ന ഈ കേരളത്തെ ഈ രൂപത്തിൽ ശിക്ഷിച്ച NHA ഒരു സെക്കൻഡ് അങ്ങ് എങ്ങനെ കാണുന്നു ആ സമീപനത്തെ? ചോദ്യം 2, NHA ചുമ്മാ അങ്ങ് ദേശീയപാത വികസിപ്പിക്കല്ലോ കേരളത്തിൽ, അതത് സ്ഥലങ്ങളിൽ ടോൾ ബൂത്തുകൾ വെച്ചിട്ടില്ലേ? ആ ടോൾ ബൂത്തിന്റെ വിചിത്രമായ സ്വഭാവം അങ്ങേക്കറിയാമല്ലോ. എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നതല്ല, ആ ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ അവിടെ നിശ്ചയിച്ചിരിക്കുന്ന ടോൾ തുക കൊടുക്കാൻ നിർബന്ധിതമാവുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ആ ചുങ്കം പിരിക്കൽ നടക്കുന്നത്? ഈ രണ്ടിനുമുള്ള മറുപടി. നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റ് നടത്താൻ സാധിക്കാതെ, സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുത്ത് കൈമാറാൻ സാധിക്കാതെ, ശരാശരി ഇവിടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചുള്ള തുകയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കാതെ പ്രതിസന്ധിയിലായി കിടക്കുകയായിരുന്നു കേരളത്തിൽ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം. അതിന് ജനങ്ങൾ ഭൂമി വിട്ടുകൊടുക്കാതെ സമരം ചെയ്യുകയായിരുന്നു. കേരളം ഏറെ ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഒഴിഞ്ഞ പ്രദേശങ്ങളുടെ ജനവാസമില്ലാത്ത പ്രദേശം പോലെയല്ല കേരളം. കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ വലിയ തുക കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വലിയ തുക കൊടുക്കുമ്പോൾ കേരള സംസ്ഥാനത്തിന്റെ കൂടി പങ്കുണ്ടായാലേ സാധിക്കൂ എന്നുള്ള നിലക്ക് കേന്ദ്രം നിലപാടെടുത്തു. കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷേ ആവശ്യപ്പെട്ട തുക കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കേരളം തന്നിട്ടില്ല എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ആയിട്ടുള്ള നിതിൻ ഗഡ്കരി പാർലമെന്റിലാണ് ആധികാരികമായിട്ട് പറഞ്ഞത്. അത് എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്. കേരളത്തിലെ MP-മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ, വിഷയം കേന്ദ്ര സർക്കാർ ഗഡ്കരിയുടെ വാക്കുകളാണ് ഞങ്ങളുടെ ഓർമ്മയിലുള്ളത്. ഒരു സെക്കൻഡ് ശ്രീ ചിത്തരഞ്ജൻ. അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം പാർലമെന്റ് പറഞ്ഞിട്ടുള്ള കാര്യം. പാർലമെന്റിൽ അദ്ദേഹം സംസ്ഥാന സർക്കാർ തുക തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ടില്ല എന്ന് ആധികാരികമായി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പരിശോധിക്കും. കേരളത്തിൽ നിന്ന് സഹകരണം കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകാലങ്ങളില്ലാത്ത രൂപത്തിൽ കേരള സംസ്ഥാനത്ത് വികസന പ്രവർത്തനത്തിന് സഹായം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനത്തിനും സംസ്ഥാന സർക്കാർ വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകി എന്നുള്ളതല്ല. സഹായം എന്ന് പറഞ്ഞാൽ, സഹകരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മാത്രമല്ലല്ലോ, നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സഹായമാണല്ലോ. സുഹൃത്തെ, ഇവിടുത്തെ വിഷയമല്ല, വിഷയം കേരളത്തില് മറ്റേ സംസ്ഥാന ഗവൺമെന്റ് ഞാനത് പറയട്ടെ സുഹൃത്തെ ഒന്ന് പറയട്ടെ. ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലയും വിറ്റ് അല്ലെങ്കിൽ അത് മുഴുവൻ സ്വകാര്യവൽക്കരിച്ച് കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് അങ്ങെന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം. ഇവിടെ അങ്ങയുടെ നേതാവായിട്ടുള്ള ഇന്ത്യയുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിലും വെളിയിലും പറഞ്ഞിട്ടുള്ളത് എന്താ? ഈ കേരളം കാണിച്ച മാതൃക അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. അവർ ഇതിനുള്ള ഭൂമിയുടെ 25% തുക നൽകി. അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കൽ വേഗതയിലാക്കി. ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതി കൊടുക്കുന്നതിനും ഞങ്ങൾക്ക് വലിയ താല്പര്യമാണ്. കാരണം കേരളം ഉള്ള തടസ്സങ്ങളെ മുഴുവൻ തീർത്തുകൊണ്ട് മറ്റൊരു കാലത്തും ഇല്ലാത്ത നിലയിലേക്ക് മുന്നേറുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിരന്തരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി കയറിയിറങ്ങി നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് അത് കേട്ടത്. അങ്ങനെ ഞങ്ങൾ കുറ്റം പറയല്ല. ഞാൻ പറഞ്ഞത് കിഫ്ബിയെ നിങ്ങൾ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ടോളിലേക്ക് വിമർശിക്കുമ്പോൾ ഈ ടോൾ ഏറ്റവും കൂടുതൽ വാങ്ങി കൂട്ടുന്ന നിങ്ങൾ 75,000 കോടി ഇവിടെ മുടക്കിയാൽ 775 ലക്ഷം നിങ്ങൾ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോവുകയാണ് ഈ ടോൾ മുഖാന്തരം എല്ലാം. അങ്ങനെ പിരിക്കുന്ന നിങ്ങളാണ് ഏതോ ഒരു ചർച്ച ഇപ്പോൾ ഉയർന്നു വന്നപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മറികടക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം ഉയർന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ ഏതോ നമ്മുടെ നാട്ടിലെ വെറുതെ വിട്ടുകൂടാ. ശ്രീ രവി, ഈ ദേശീയപാതയിൽ ഈ NHAI ശ്രീ രവി, ദേശീയപാതയുടെ മാഹാത്മ്യം പറയുമ്പോൾ ദേശീയപാതയിലുള്ള ടോൾ ബൂത്തുകൾ അത് ഈടാക്കുന്ന ടോള് പല ടോളുകളും അതിന്റെ കാലാവധി കഴിഞ്ഞും വീണ്ടും ഈടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മാത്രവുമല്ല, ദേശീയപാതയിൽ എത്ര ദൂരമെന്ന് കണക്കാക്കാതെ ഓരോ ബൂത്തിലും നിശ്ചയിച്ച തുകയാണ്
ടോളായി നൽകേണ്ടത്. ഇങ്ങനെയുള്ള പിടിച്ചുപറി എങ്ങനെയാണ് കാണുന്നത്? NHAI ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ പറഞ്ഞില്ലേ അതവിടെ നിൽക്കട്ടെ എന്ന്. കിഫ്ബി അവിടെ നിൽക്കട്ടെ, ഈ NHAIയുടെ കാര്യം താങ്കളെ പോലുള്ള ആളുകൾക്ക് അറിയാലോ, ദേശീയപാതയുടെ ഒരു ജില്ലയിൽ ഒരു ടോൾ ബൂത്ത് വരുമ്പോ അത്രമാത്രം വലിയ റോഡിലൂടെ ദീർഘദൂര സർവീസ് നടത്തുമ്പോ എല്ലാ മുക്കിനും മൂലയിലും കൊണ്ടുപോയിട്ട് ടോൾ ബൂത്ത് വെക്കാൻ വേണ്ടി പറ്റൂ? താങ്കൾ എന്താ പ്രായോഗികമായിട്ട് അറിയാത്ത പോലെ പറയുന്നത്? താങ്കൾക്ക് ഇത് അറിയുന്നത് തന്നെയാണല്ലോ, ബോധപൂർവം താങ്കൾ അത് പറയരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത എന്ന് പറഞ്ഞാൽ കിഫ്ബി ഉണ്ടാക്കിയതുപോലുള്ള ഗ്രാമീണ റോഡുകളല്ല. കിഫ്ബിയുടെ ഫണ്ട് ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 50 കോടിയുടെ മുകളിലുള്ള ഒരു റോഡെന്ന് പറഞ്ഞാൽ അത് ചെറിയ റോഡാണ്, അല്ലെങ്കിൽ ചെറിയ ദൂരമാണ്. പല ഗ്രാമങ്ങളിലും കിഫ്ബി അത്തരത്തിലുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്, പല പഞ്ചായത്ത് മുനിസിപ്പൽ പരിധിയിലുണ്ട്. അവിടെയൊക്കെ ഈ ടോൾ ഏർപ്പാട് ചെയ്ത് അവിടെയൊക്കെ പണം പിരിക്കുന്നത് പോലെയാണോ നാഷണൽ ഹൈവേയുടെ വലിയ രൂപത്തിൽ അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള നാഷണൽ ഹൈവേ എന്നുള്ള നിലക്കുള്ള കാര്യത്തിൽ ടോൾ ബൂത്തുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ദീർഘദൂര യാത്രക്കാരാണ് അവർ. സ്വാഭാവികമായി അത്തരത്തിൽ അവർക്ക് പോകാൻ സർവീസ് റോഡുകൾ അവിടെ സംവിധാനമുണ്ട്. മറ്റ് ഗ്രാമീണ റോഡുകൾ, സ്റ്റേറ്റ് ഹൈവേ വേറെയുണ്ട്. പോകാൻ അറിയുന്നവർക്ക് അത് വഴിയും അറിയാം. നാഷണൽ ഹൈവേയിലൂടെ ദീർഘദൂരം പോകുന്ന ആളുകൾ അവിടെ വാങ്ങിക്കുന്ന ടോളുമായി ഗ്രാമീണ റോഡുകളിൽ 50 കോടി ചെലവഴിച്ച് വാങ്ങുന്ന ചെറിയ റോഡുകളിലൂടെ ടോൾ പിരിച്ചെടുത്തുകൊണ്ട് ഈ ആളുകളെ പുറത്തിറങ്ങിയാൽ കൊള്ളയെടുക്കുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഈ സർക്കാർ ശ്രമിക്കുന്നത് ശരിയല്ല. എന്നാൽ പിന്നെ എന്തിനാണ് അല്ലല്ല 50 കോടിയിലധികം ഈ പറയുന്ന നിക്ഷേപിച്ച് നിർമ്മിച്ചിരിക്കുന്ന കിഫ്ബി റോഡുകളിൽ 15 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനപ്പുറത്തേക്ക് ആണ് ഈ ടോൾ ബാധകമാവുക. ഇനി അങ്ങനെ ബാധകമായാൽ തന്നെയും അത് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമുള്ള ടോൾ പിരിവായിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വരുന്ന ആലോചനകൾ. ഇത് അങ്ങോട്ട് തലയുടെ മീതെ അങ്ങ് വീണ് അങ്ങ് കിടന്നിട്ടില്ല. ഇപ്പം തന്നെ എല്ലാവരും അങ്ങ് പുറത്തിറങ്ങാതെ ഈ ടോളും ഭയന്ന് വീട്ടിനകത്തിരിക്കുന്ന സാഹചര്യമൊന്നുമല്ല. അതൊരു ആലോചനയാണ്. ആ ആലോചനയിലേക്ക് കേരളത്തെ നിർബന്ധിച്ചിരിക്കുന്ന സംവിധാനത്തിന്റെ പേര് കേന്ദ്ര സർക്കാരിനുമാണ്. അല്ലല്ലോ, ഒരു സെക്കൻഡ് ഞാൻ നിജേഷിലേക്ക് കൊടുത്ത് പോകണതിന് മുമ്പ് ശ്രീ ചിത്തരഞ്ജൻ ഇതിന് വേഗം മറുപടി. ശ്രീ ചിത്തരഞ്ജൻ. അല്ല വേണു, ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ തലയിലേക്ക് ഒരു ഭാരവും ഏൽപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അതിന് ഈ BJP ഒരു സാമാന്യം ഫെഡറൽ സംവിധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, തരാനുള്ളത് മാത്രം തന്നാൽ മതി. അവർ തരുത്തുമില്ല. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് മുന്നോട്ട് പോകണ്ടേ? രണ്ടാമത്തെ കാര്യം എന്താ, NHAIയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായി ചെറിയ ട്രോളാണെന്നാണ്. ആണോ? എത്ര സമരങ്ങളാണ്, എത്ര തല്ലിപ്പൊളിക്കലാണ്, എന്തെല്ലാം ബഹളങ്ങളാണ് ഈ കേരളത്തിന്റെ പല ജില്ലകളിൽ നടന്നിട്ടുള്ള. അതിനെല്ലാം എണ്ണി പറയണോ? എത്ര കോടിയാണ് എന്ന് മാത്രവുമല്ല, ഇവിടെ ശ്രീ ചിത്തരഞ്ജൻ ഇവിടെ രവി തേലത്ത് പറയുന്നുണ്ടായിരുന്നു, ദീർഘകാലം കേരളം ഈ നാഷണൽ ഹൈവേ വികസനത്തിന് തടസ്സം നിന്നു. അതിന്റെ ഭാഗമായി കേരളത്തിൽ ഭൂമിയുടെ വില കൂടി. അതൊരു വലിയ ബാധ്യതയായി അത് ഏറ്റെടുക്കാൻ NHAIക്ക് കഴിയില്ല എന്ന്. അങ്ങനെയായിരുന്നോ? നമ്മുടെ ദേശീയപാതകൾ ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിനെതിരെ ഈ ടോളുകൾ വന്നുകൊണ്ട് അനാവശ്യമായ ചൂഷണത്തിലേക്ക് അത് പോകും. ഇതൊരു പൊതുമുതൽ മുടക്കാണ്. അത് കേന്ദ്ര സർക്കാർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിരോധമാണ് ഇവിടെ നടന്നത്. അതല്ലാതെ വെച്ച് താമസിപ്പിക്കുക, കുറച്ച് ആളുകൾക്ക് ഭൂമി വിട്ടുകൊടുക്കാനുള്ള മടി, ആ രൂപത്തിലാണ് രവി അതിനെ ചിത്രീകരിച്ചത്. ശ്രീ ചിത്തരഞ്ജൻ. അതല്ല വേണു, അതിൽ രണ്ടും സംഭവിച്ചിട്ടുണ്ട്. വേണു പറഞ്ഞതുപോലെയുള്ള ഒരു വിഷയമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഏത് വികസനം വന്നാലും ആ വികസനം കൊണ്ടുള്ള അതിൻ്റെ നാട്ടിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇവിടെ എന്തെല്ലാം നിലയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു മുൻകാലങ്ങളിലും ഈ ഗവൺമെൻറ് വന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കീഴാറ്റൂരടക്കമുള്ള സമരങ്ങൾ നമ്മൾ എത്രയോ തവണ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെയെല്ലാം ഗവൺമെൻറ് നടത്തിയ വളരെ ശക്തമായ ഇടപെടൽ. ആ ഇടപെടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? പണ്ട് ഭൂമി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വില വളരെ കുറവ്. എന്നാൽ മാന്യമായ വില, തൻ്റെ വീട് നഷ്ടപ്പെട്ടാൽ, തൻ്റെ ഭൂമി നഷ്ടപ്പെട്ടാൽ തനിക്ക് മാന്യമായ വില കിട്ടുമെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ സഹകരിക്കാനും ജനങ്ങൾ തയ്യാറായി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവർ തന്നെ അവസാനം എളിഭ്യരാകുന്ന നിലയിലേക്കുണ്ടായി. ആ സമരത്തിൽ തെറ്റിതായി വന്ന ആൾക്കാർ തന്നെ ന്യായമായ തുക തനിക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതെന്ന് കണ്ടപ്പോൾ സഹകരിക്കുവാൻ തയ്യാറായി. മുഖ്യമന്ത്രി അത് തന്നെയാണ് പറഞ്ഞത്. സാധാരണ മനുഷ്യരുടെ ആശങ്കകൾ ഇനി അതാരെങ്കിലും രാഷ്ട്രീയമായി ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അത് കേരളം പരിഹരിക്കേണ്ടതാണ്. കാതലായ വിഷയം ഈ ദേശീയപാതകളുടെ സ്വകാര്യവൽക്കരണം, അവിടെ നിന്നുള്ള വ്യാപകമായ ചുങ്കം പിരിക്കൽ, അതിനെതിരെ ഉയർന്നിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ്. അതാണ് നാം ഇപ്പോൾ അടിയന്തരമായി പരിശോധിക്കേണ്ടത്. കാരണം അതിനോടനുബന്ധമായാണ് ഇപ്പോൾ ഈ കിഫ്ബിക്കെതിരെയുമുള്ള കേന്ദ്ര സർക്കാർ നീക്കം. ഞാൻ വരാം. ഡോക്ടർ മേരി ജോർജും ഈ ചർച്ചയുടെ ഭാഗമാണ്. നിജേഷ് ഒന്ന് കാത്തിരിക്കണം. ഡോക്ടർ മേരി ജോർജ്, ഈ ടോൾ പിരിവ് കിഫ്ബി റോഡുകളിലൂടെ നടപ്പാക്കാതെ
അതിന് കാരണക്കാരായിരിക്കുന്ന കേന്ദ്ര സർക്കാർ അത് നിർബന്ധിതമാക്കുന്നു, ആ സാഹചര്യം നിർബന്ധിതമാക്കുന്നു എന്ന വാസ്തവം കാണാതെ നാം ഈ കേരള സർക്കാരിനെ കിഫ്ബിയെ പഴിക്കുകയാണോ വേണ്ടത്? ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു ടോൾ പിരിവല്ലേ ഇത് സംഭവിച്ചാൽ? അത് അടിച്ചേൽപ്പിച്ചതിന്റെ പിന്നിൽ കേന്ദ്ര സർക്കാരല്ലേ? മിസ്റ്റർ വേണു, അങ്ങനെ ഒരിക്കലും പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ കിഫ്ബി കൊണ്ടുവന്നപ്പോൾ തന്നെ 2016-17 കാലഘട്ടത്തിൽ തന്നെ CAG ചൂണ്ടിക്കാണിച്ചു. എന്താണ് CAG ചൂണ്ടിക്കാണിച്ചത്? ഇത് സുതാര്യമായ കടമെടുപ്പല്ല, ഇത് ഫ്യൂച്ചർ ജനറേഷന് ഭാരമായി തീരും, ഈ സംസ്ഥാനത്തിനും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ CAG പറഞ്ഞു ഇത് ബജറ്റിന് പുറത്തുള്ളതല്ല, അകത്താണ്. അതിന് അദ്ദേഹം നിരത്തിയ കാരണങ്ങൾ, CAG നിരത്തിയ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത് സോവറിൻ ബോണ്ടാണ്, അതുകൊണ്ടാണ് ബോണ്ടുകളിൽ, കിഫ്ബി ബോണ്ടുകളിലെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതായത് ഗവൺമെന്റ് ബോണ്ടാണ്, ഗവൺമെന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. 2, 1% സെസ് ഈ ഗവൺമെന്റ് അന്ന് ബജറ്റിൽ കൊണ്ടുവന്നു 2016-17. അന്ന് തോമസ് ഐസക് പറഞ്ഞിരുന്നത് അത് കിഫ്ബി ഫണ്ടിലേക്കാണ് പോയത്. കിഫ്ബിയുടെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടി കിഫ്ബി ഫണ്ടിലേക്കാണ്, ഖജനാവിലേക്കല്ല പോയത്. എന്ന് വെച്ചാൽ ബജറ്റുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞു അതിന്. ഇനി രണ്ടാമത്, മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% പോകുന്നത് നേരെ കിഫ്ബി അക്കൗണ്ടിലേക്കായിരുന്നു അന്ന് തന്നെ. അങ്ങനെ തീരുമാനിച്ചതാണ്, കിഫ്ബിക്ക് വേണ്ടി തീരുമാനിച്ചതാണ് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% ഘട്ടം ഘട്ടമായി അതിലേക്ക് പോകുമെന്ന്. 3-ാം വർഷം മുതൽ 50% അതിലേക്ക് പോകുമെന്ന്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഏത് പമ്പര വിഡ്ഢിക്കും മനസ്സിലാകും ഇത് ബജറ്റിനകത്തുള്ളതാണെന്ന്. ഇനി ബജറ്റിനകത്തുള്ള കടം 3% ആകാവൂ എന്ന് FRBM ആക്ട് ആവശ്യപ്പെടുന്നു, മാൻഡേറ്റ് ചെയ്യുന്നു. ആവശ്യപ്പെടുകയല്ല, മാൻഡേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അല്ലാത്ത പക്ഷം കടക്കണിയിലേക്ക് സംസ്ഥാനങ്ങൾ പോകും. സംസ്ഥാനങ്ങൾ കടക്കണിയിലേക്ക് പോയാൽ 90-91 പോലെ കേന്ദ്രവും കടക്കണിയിലേക്ക് പോകും. അത് അവോയ്ഡ് ചെയ്യാനാണ് പാർലമെന്റ് വഴിയായിട്ട് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. ഇനി അതുപോലെ തന്നെ പറഞ്ഞിരുന്നു ഒരു വർഷം എടുക്കുന്ന കടം 3%. ഇതൊക്കെ ശരിയാണ് ഡോക്ടർ. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ ഈ പറയുന്ന റവന്യൂ ജനറേറ്റിംഗ് മോഡൽ അല്ല ഇത് സർക്കാരിന്റെ തന്നെ കടമെടുപ്പിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ തെളിയുന്നത് എന്നൊക്കെ ഒരു വാദത്തിന് അംഗീകരിച്ചാലും നമ്മുടെ മുന്നിൽ 2 കാര്യങ്ങളുണ്ട് ഡോക്ടർ മേരി ജോർജ്. ഒന്ന്, അന്ന് ഈ കിഫ്ബി ഇങ്ങനെ പുനരുദ്ധരിച്ചു കൊണ്ടുവരികയല്ലാതെ നമ്മുടെ മുന്നിൽ എന്തായിരുന്നു സാഹചര്യം? വികസനത്തിന് നമുക്ക് അടിസ്ഥാന മൂലധന ചെലവുകൾ ഉയർത്തുന്നതിന് നമുക്ക് സർക്കാരിന് ഈ കേന്ദ്രത്തിന്റെ ഈ നിലപാട്, നിഷേധാത്മകമായ നിലപാടുള്ളപ്പോൾ നമ്മുടെ മുന്നിൽ പിന്നെ എന്തായിരുന്നു പോംവഴി? 2, ഇപ്പോ ഈ 87,000 കോടിയുടെ മൂലധന നിക്ഷേപം കിഫ്ബി വഴി നടന്നിരിക്കുന്നു. അതിപ്പോ ആശുപത്രികൾ, സ്കൂളുകൾ, അവിടെ നിന്നൊന്നും ഇനിയും ഭാവിയിലും ടോൾ പിരിവുണ്ടാകില്ല. ഈ 2 കാര്യങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവരല്ലേ നമ്മൾ? അതായത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ കണ്ണൂരിനെ ചൂണ്ടിക്കാട്ടി പറയാം. കണ്ണൂർ എന്താണ് എയർപോർട്ടിന് വേണ്ടിയിട്ട് ഭൂമി ഒഴിവാക്കിയവരെ ഈ കഴിഞ്ഞ ദിവസവും നിങ്ങളുടെ ചാനൽ അടക്കം എല്ലാ ചാനലും കണ്ണീരോടെ ഞാൻ വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഒരു വ്യക്തി. അങ്ങനെ പറയേണ്ടി വന്നത് ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനമായി. അവർക്കുള്ള ഡോക്യുമെന്റ്സ് എല്ലാം സ്വന്തമായിട്ട് ഗവൺമെന്റ് ഏറ്റെടുത്ത് കയ്യിൽ വെച്ചു. അവർക്ക് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രയവിക്രയവും ചെയ്യാൻ നിവൃത്തിയില്ല. ഒരു പൈസ വരുമാനം ഉണ്ടാക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ആ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോയി. അപ്പോൾ ഈ കിഫ്ബി എവിടെയായിരുന്നു? ഈ കണ്ണൂർ റെയിൽവേ എയർപോർട്ട് എന്ന് പറയുന്നതും നമ്മുടെ ഭൗതിക അടിസ്ഥാന സൗകര്യത്തിന്റെ ഒരു നാഴികക്കല്ലല്ലേ? അപ്പൊ അതിനു വേണ്ടി വായ്പ എടുക്കാൻ ഈ കിഫ്ബി വഴി എടുത്ത വായ്പ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തി ആ നിരപരാധികളുടെ രോദനം കേട്ടില്ല? അതുപോലെ ഒരുപാട് കഥകൾ അതേപ്പറ്റി. അതായത് വിഴിഞ്ഞം തുറമുഖം, അത് ഒരു വിഴിഞ്ഞം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ 1-ാം സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടും വിഴിഞ്ഞത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടവർക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരം പ്രതീക്ഷിച്ചതുപോലുള്ള യാതൊരു വരുമാന വളർച്ചയും ഉണ്ടായിട്ടില്ല. അതേസമയത്ത് സംസ്ഥാനത്തിനും ഇന്ത്യക്ക് മുഴുവനുമായിട്ട് വിഴിഞ്ഞം പോർട്ടിന്റെ വികസനം വലിയ കാര്യമായി തന്നെയാണ് ഈ ഗവൺമെന്റും എല്ലാ ഗവൺമെന്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി, അതായത് കിഫ്ബി വഴിയെടുത്ത വായ്പ സംസ്ഥാനത്തിന്റെ സാർവത്രികമായ
അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്, ക്രിയാത്മകമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് ഇപ്പോൾ പൂർത്തിയായേനെ. അതുപോലെ കണ്ണൂർ എയർപോർട്ടിന്റെ വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടും ഭൂമി ഏറ്റെടുത്തവർ കണ്ണീരിലാണ്. ആ അപ്രോച്ച് റോഡിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തവർ ഇപ്പോഴും കണ്ണീരിലാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങോട്ടാണ് മിസ്റ്റർ വേണു? അതായത് കിഫ്ബി വഴി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടും ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ടുമുള്ള ജീവൽ പ്രശ്നങ്ങൾ, പരാതികൾ എന്ന നിലയിൽ അങ്ങ് ഉന്നയിക്കുന്നതിനെ ഒന്നും കാണാതെ പോകുന്നില്ല. അതിന് ബന്ധപ്പെട്ട അധികാരികൾ മറുപടിയും പറയട്ടെ. പക്ഷേ 223 റോഡുകൾ, 91 പാലങ്ങൾ, 57 ആർഒബികൾ, 15 ഫ്ലൈ ഓവറുകൾ, ഒരു അടിപ്പാത, പിന്നെ സ്കൂളുകൾ, ആശുപത്രി കെട്ടിടങ്ങളുടെ നവീകരണം, ഇതൊക്കെയും അങ്ങ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ? എൻ്റെ ലളിതമായ ചോദ്യമാണത്. ഇത്രയും കാര്യങ്ങൾ അങ്ങ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ? വിഴിഞ്ഞത്തെയും കണ്ണൂരിലെയും ഈ ഭൂമി നൽകിയവരുമായി ബന്ധപ്പെട്ടവരുടെ കണ്ണുനീർ കണ്ട അതേ കണ്ണുകൊണ്ട് തന്നെയാണ് ഈ വികസനങ്ങൾ. അപ്പോൾ വേണു ഓർക്കണം, ഇതെല്ലാം ഈ LDF വന്ന 11 വർഷം കൊണ്ട് നടന്ന വികസനങ്ങളല്ല. ഈ വികസനത്തിന്റെ ഒക്കെ അടിത്തറ നേരത്തെ UDF ഗവൺമെന്റിന്റെ കാലത്തും അതിനു മുൻപുള്ള LDF ഗവൺമെന്റിന്റെ കാലത്തും ഒക്കെ തുടങ്ങി. അതിൽ സംശയങ്ങളില്ല. ഇതെല്ലാം കൂടെ ഈ സർക്കാരിന്റെ മാത്രം മികവ് എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുകയല്ല. 87,437 കോടിയുടെ നിക്ഷേപം, 1149 അടിസ്ഥാന വികസന പദ്ധതികളുടെ മേൽ ചെറിയ കാര്യമാണോ ഡോക്ടറെ? അതായത് കേരയിൽ പോലെയുള്ള പല പദ്ധതികൾക്കും കല്ലിട്ട് ഇപ്പൊ PR വർക്കിലൂടെ മോടി പിടിപ്പിക്കുന്നു എന്നത് ഒഴിച്ചാൽ ഈ 87,000 കോടിയില് ഏകദേശം എനിക്ക് എത്ര കോടിയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് തന്നെ, നിർമ്മലാ സീതാരാമൻ തന്നെ അതിന്റെ കണക്ക് പുറത്തുവിട്ടതാണ്. ആ കണക്കനുസരിച്ചാണ് ആ കടവും കൂടി, കിഫ്ബി വഴിയെടുത്ത കടവും കൂടി സംസ്ഥാനത്തിന്റെ നോർമലായിട്ടുള്ള കടത്തിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് കിഫ്ബി വഴി ഇനി കടമെടുത്താൽ അത് സംസ്ഥാനത്തിന്റെ പരിധിക്കകത്തുള്ള കടം തന്നെയായി കണക്കാക്കും എന്ന കണക്ക് പുറത്തു വന്നത്. അതിനെ സുപ്രീം കോടതി പോലും നിരാകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയാം, കോമൺ സെൻസ് ഉള്ള ആരും കിഫ്ബി വഴി എടുക്കുന്ന കടം ഏത് കടവും പോലെ തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് പെടുത്തുന്നില്ല. അത് മാത്രമല്ല, CAG അടുത്ത കാലത്ത് പറഞ്ഞ കണക്കുകൾ മിസ്റ്റർ വേണുവിന് ഓർമ്മയില്ലേ? അതായത് ബജറ്റിനകത്ത് കടമെടുക്കുന്ന പണത്തിന്റെ 87% വരെയും മറ്റു കാര്യങ്ങൾക്ക്, അതായത് റവന്യൂ ചെലവിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് CAG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായ കണക്കുകളോടെയാണ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ റവന്യൂ ചെലവുകളിലേക്ക് പോകുന്ന, റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത രൂപത്തിലേക്ക് കേരളത്തിന് പോകേണ്ടി വന്നതും ഈ പറയുന്ന 2016 മുതലുള്ള കേരളത്തിന്റെ ബാധ്യതയല്ല. അതും ഡോക്ടർ സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ എത്തുന്നതും 2016 മുതലല്ല. പക്ഷേ പിന്നെ അതായത് ബജറ്റ് ഇൻ ബ്രീഫ് തന്നെ മിസ്റ്റർ വേണു ഒന്ന് എടുത്ത് നോക്കണം. 2016-17 മുതൽ 17-18 കഴിഞ്ഞ് 20-21 മുതലാണ് സഞ്ചിത കടം 29% നിർത്തണമെന്ന് പറയുന്ന സഞ്ചിത കടം 30, 36, 37, 38 ഈ തരത്തില്, അതായത് ബജറ്റിനകത്ത് നിന്ന് എടുത്ത കടം തന്നെ പരിധി ലംഘിച്ച് വളരെ മുകളിലേക്ക് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ പരിധി ലംഘിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ ഉള്ളത്? വെസ്റ്റ് ബംഗാള്, അതുപോലെ പഞ്ചാബ്, കേരളം, ഈ 3 സംസ്ഥാനങ്ങളാണ് അതുപോലെ ബീഹാർ, ഈ 4 സംസ്ഥാനങ്ങളാണ് പരിധി ലംഘിച്ച് സഞ്ചിത കടം കൂട്ടിയത്. അതൊക്കെ തന്നെ കാണിക്കുന്ന കാരണം എന്താണ്? കേരളം കടമെടുക്കുന്ന പണമാണെങ്കിലും സമാഹരിക്കുന്ന റവന്യൂ ആണെങ്കിലും വകമാറ്റി ചെലവഴിക്കുകയോ, അതായത് കടമെടുക്കുന്നത് സാധാരണ രീതിയിൽ മൂലധന ചെലവിന് വേണ്ടി മാത്രമായിരിക്കണം. ആ മൂലധന ചെലവിന് വേണ്ടി എടുക്കുന്ന പണത്തില് 35% UDF ഗവൺമെന്റ് സ്ഥാനത്തും റവന്യൂ ചെലവിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ റവന്യൂ ചെലവിന് വേണ്ടി മാറ്റുന്നത് നമ്മൾ ന്യായീകരിക്കുന്നു, പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നില്ല. കാരണം കേരളത്തിലെ റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് സെക്ടർ വഴിയായിട്ടുള്ള റവന്യൂ ചെലവ് മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത റവന്യൂ ചെലവാണ്. പക്ഷേ എയ്ഡഡ് സെക്ടർ ഉള്ളത് കൊണ്ടാണ് പിന്നെ എഡ്യൂക്കേഷൻ നാം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എയ്ഡഡ് സെക്ടർ വഴി വരുന്ന ചെലവ് ഒരു ദുർച്ചെലവാണ് എന്ന കണക്കുകൂട്ടൽ നമുക്ക് ആർക്കുമില്ല. പക്ഷേ അതൊക്കെ കഴിയുന്നത് പോലെ
അതായത് ഒതുക്കി നിർത്തിക്കൊണ്ട് എല്ലാ 5 വർഷവും ശരിയാണ്. ഡോക്ടർ മേരി ജോർജ് പറയുന്ന സാമ്പത്തിക ആസൂത്രണത്തിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അപ്പോഴും അങ്ങ് പറഞ്ഞ ഈ എയ്ഡഡ് മേഖലയിൽ സർക്കാർ കൊടുക്കുന്ന തുകയും വിദ്യാഭ്യാസ മേഖലയുടെ മുന്നോട്ട് പോക്കിന് ഗുണകരമായതുകൊണ്ട് നാം അതിനെ ദുഷ്ടലമായി കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കിഫ്ബിയും. കിഫ്ബിയുടെ ഇതുവരെയുള്ള അണാപ്പൈ നിക്ഷേപം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് എന്ന നിലയിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ട വികസന പദ്ധതികൾക്കുള്ളതാണ്. അതിൽ സ്കൂളുകളും ആശുപത്രികളും ഉണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുകൊണ്ട് അതൊന്നും ദുഷ്ടലവിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടവയുമല്ല. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്രവുമായി തർക്കത്തിൽ പോയി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ നിൽക്കുകയാണത്. നാം നമ്മുടെ കടമെടുപ്പ് പരിധി ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് കേന്ദ്ര സർക്കാർ അതിനെ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന വിഷയം സുപ്രീം കോടതിയുടെ മുൻപാകെ കൊണ്ടുപോയി. നടാടെ ഒരു സംസ്ഥാനം, അത് കേരളമാണ്, പിന്നീട് മറ്റു സംസ്ഥാനങ്ങൾ അതിൻ്റെ ഭാഗമായി. അപ്പോൾ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച ഈ സഞ്ചിത കടത്തിൻ്റെ പെരുക്കം പറയുന്നുണ്ടായിരുന്നല്ലോ, വിവിധ സംസ്ഥാനങ്ങളുടെ പേരുകൾ ഉദാഹരിപ്പിച്ചുകൊണ്ട്. ഇവർക്കൊക്കെ കേരളത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന കോടതിയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ബംഗാൾ അടക്കം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് വിവിധ സംസ്ഥാനങ്ങളുടെ എന്തെങ്കിലും ഒരു ദുഷ്ചേതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഒറ്റതിരിച്ച് കണ്ടുകൂടാ. ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? അതൊക്കെ BJP ഇതര സംസ്ഥാനങ്ങളാണ് എന്നതുമാണ്. അപ്പോൾ ഇതൊന്നും യാദൃച്ഛികമല്ല എന്ന് മാത്രമല്ല, നമ്മൾ ഈ കിഫ്ബി വന്നപ്പോൾ കേന്ദ്രത്തിനോടും സുപ്രീം കോടതിയോടും ഒക്കെ പറഞ്ഞത് കിഫ്ബിക്ക് കേന്ദ്രത്തിന് ഈ NHAI ഉണ്ടല്ലോ, അതുപോലെയാണ് ഇവിടെ കിഫ്ബി എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വാദമെന്ന് പറയുന്നത്, കേന്ദ്രത്തിൻ്റെ വാദമെന്ന് പറയുന്നത് NHAIക്ക് ആദായമുണ്ട്, കിഫ്ബിക്കില്ല. നമ്മളിതാ പുതിയൊരു നിയമം കൊണ്ടുവരുന്നു, കിഫ്ബിക്ക് ആദായം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് അത് മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോൾ കിഫ്ബി അതിജീവിക്കും. ഇപ്പോൾ കിഫ്ബിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത് നിജേഷ്? ഇതെല്ലാം കേരളത്തിലെ ജനതയെ മുഴുവൻ നാളെ മുതൽ ടോള് നൽകി പീഡിപ്പിക്കുക എന്ന ഒരു ദുഷ്ചിന്തയിൽ നിന്ന് മാത്രം ചെയ്യുന്നതാണ് എന്നാണോ നിജേഷ് കരുതുന്നത്? നിജേഷ് കേട്ടോ? സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിജേഷിലേക്ക് വരാം. നിജേഷ് കേട്ടില്ല എന്ന് തോന്നുന്നു. നിജേഷിലേക്ക് വേഗം വരാം. ശ്രീ ചിത്തരഞ്ജൻ, മേരി ടീച്ചർ പറഞ്ഞതിനുള്ള മറുപടി. അല്ല, മേരി ടീച്ചറിനെ ഞാൻ ബഹുമാനിക്കുന്ന ടീച്ചറെ വരാം വേഗം. ശ്രീ ചിത്തരഞ്ജൻ, പക്ഷേ ടീച്ചറെ പറയാം. UDFിൻ്റെ കാലത്തെല്ലാം പ്ലാനിംഗ് ബോർഡിൽ അംഗമായിരുന്നല്ലോ ടീച്ചർ. ഈ വികസന കാഴ്ചപ്പാടിനെക്കുറിച്ച് ടീച്ചറിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ ഞാൻ എതിർക്കുന്നില്ല. അതൊരു വലതുപക്ഷ കണ്ണോടുകൂടി ആയിരിക്കാം കണ്ടിട്ടുള്ളത്. പക്ഷേ ടീച്ചർ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എത്ര ലാഘവത്തോടുകൂടിയാണ് കൈകാര്യം ചെയ്തത്. ഈ കേരളത്തിൽ വന്ന 2000 സ്കൂളുകളെ സംബന്ധിച്ച് ടീച്ചറിന് എന്താ പറയാനുള്ളത്? ഇവിടെ ഉയർന്ന ആശുപത്രികളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ക്യാൻസർ സെൻ്റർ അടക്കം, കൊച്ചിയിലെ ക്യാൻസർ സെൻ്റർ അടക്കം, ജനറൽ ആശുപത്രികളടക്കം, അതുപോലെ തന്നെ റെയിൽവേ മേൽപ്പാലങ്ങളടക്കം, അതോടൊപ്പം തന്നെ ഞാനടക്കമുള്ള തീരദേശത്തെ ജനതയുടെ കണ്ണീരൊപ്പിയ പിന്നെ ഈ ക്യാൻസർ ആശുപത്രിയുടെ കാര്യം പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതേ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഈ ക്യാൻസർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ മരുന്നുകളുടെ 36ഓളം മരുന്നുകളുടെ ഈ പറയുന്ന നികുതി എടുത്തു കളയുക, GST എടുത്ത് മാറ്റുക, അല്ലേ? അങ്ങനെ പ്രഖ്യാപനം ഉണ്ടായി. അതേപറ്റി കേരളം പ്രതികരിച്ചത് എന്താണ്? കേരളത്തിൽ ഇപ്പോൾ തന്നെ ആ രൂപത്തിലാണ് നാം മരുന്നുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്യാൻസറിന്റെ അടക്കമുള്ള മരുന്നുകൾ, അല്ലേ? എന്നിട്ടാണ് ഇതിൻ്റെയൊക്കെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ 10 കൊല്ലത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന കാര്യം കേരളം ഇതിന് മുൻപ് തന്നെ നടന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീ ചിത്രഞ്ജന തുടരാം. ഇന്ന് വേണു പറഞ്ഞിടത്ത് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ക്യാൻ കെയർ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലെ 2ാം ഘട്ടമായി ആരംഭിച്ചൊരു ദിവസം കൂടെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടെയുണ്ട്. അതിവിടെ നിൽക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറഞ്ഞ് വിഴിഞ്ഞത്ത് സ്ഥലമെടുത്തതിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇന്നിപ്പോൾ അവിടെ ഉള്ളതായിട്ട് നമ്മൾ ധരിക്കുന്നില്ല. ഏതെങ്കിലും നിലയിലുള്ള ആർക്കെങ്കിലും ഇനി ഏതാനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കും. എത്ര വേഗതയിലാണ് കേരളത്തിലെ നിയമസഭ തന്നെ ഐക്യകണ്ഠേന തന്നെ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ സഭയിലും വലിയ തോതിലല്ലേ എല്ലാവരും പ്രശംസിച്ചത്. കേരളം കേരളത്തിനും എല്ലാം വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ വിഴിഞ്ഞ പദ്ധതികളൊക്കെ നമ്മൾ നടപ്പിലാക്കുന്നു. അതിനും കിഫ്ബിയുടെ സഹായം നമുക്ക് വേണ്ടി വന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ ടീച്ചറെ, 75,000 കോടി രൂപ ചെലവഴിച്ചാണല്ലോ NHAI നിർമ്മിക്കുന്നത്. അതിൽ 6,000 കോടി രൂപ നമ്മൾ കൊടുത്ത കാശല്ലേ? ആ 6,000 കോടി നമ്മൾ കൊടുത്തതുകൊണ്ടാണ്, സ്ഥലമെടുത്തുകൊണ്ടാണല്ലോ നിർമ്മിക്കുന്നത്. ആ നിർമ്മിക്കുന്നവർ വ്യാപകമായി ടോൾ പിരിക്കാൻ പോയല്ലേ? നമ്മളെ സംബന്ധിച്ച് എന്താണ്?
അതിനെ ഏതിനകത്ത് ഉൾപ്പെടുത്തി? NHAയ്ക്ക് കടമെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടത്തിൻ്റെ പരിധി വരുന്നില്ല. നമ്മൾ കടമെടുക്കുന്നതോ, നമ്മൾ ഈ കിഫ്ബി ഇതിന് സ്ഥലം വായിക്കാൻ വേണ്ടി കടമെടുത്തതോ അത് ഈ പരിധി വരികയും ചെയ്യും. അതെന്തൊരു ഇരട്ടത്താപ്പാണ് ടീച്ചറെ? അതിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും ടീച്ചറിനെ പോലെ ഒരാൾ പറയണ്ടേ? ഈ കേരളത്തിൽ നടന്ന ഈ 87,000-ഓളം വരുന്ന കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ 20,000 സ്ഥലം വാങ്ങിക്കുന്ന കഴിച്ചാൽ ബാക്കി 67,000 കോടിയിൽ ശരിയാണ്. ഞാൻ ഇടപെടുകയാണ്, സമയം കുറവായതുകൊണ്ട്. ശ്രീ ചിത്രരഞ്ജൻ, നല്ല ചോദ്യമാണ്. ടീച്ചറിന് മറുപടി പറയട്ടെ. അതിനു മുമ്പ് നിജേഷിലേക്ക് പോയിട്ടില്ല, കുറച്ചു നേരമായി. ശ്രീ ചിത്രരഞ്ജനോട് അങ്ങ് സഹകരിക്കണം. ശ്രീ നിജേഷ്, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം അങ്ങ് കേട്ടില്ല. ഈ NHAയുടെ കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടി കിഫ്ബി വെച്ചുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞത്, കേന്ദ്രം പറഞ്ഞത് NHAയ്ക്ക് ആദായം വരുന്നുണ്ട്, നമുക്കില്ല എന്നാണ്. നമ്മളിപ്പോൾ ഒരു നിയമനിർമ്മാണത്തിലൂടെ ആദായം കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ആ ആദായം എന്ന് പറയുന്നത് കേരളത്തിലെ ഈ 3.5 കോടി ജനതയെ ടോൾ നൽകി ശിക്ഷിക്കുക എന്ന ഒരു ദുഷ്ചിന്തയിൽ നിന്ന് വരുന്നതല്ല. അല്ലെങ്കിൽ കിഫ്ബിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. അതാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നത്. നിജേഷേ, അല്ല, ദയവ് ചെയ്ത് ഈ വിഷയത്തിനെ രണ്ടായി കാണണം. തികച്ചും തെറ്റിദ്ധാരണാജനകമായിട്ടാണ് ശ്രീ വേണുവും ശ്രീ ചിത്രരഞ്ജനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും കേരളത്തിലെ വികസനം മുഴുവൻ വന്നത് കിഫ്ബിക്ക് ശേഷമാണ്. അദ്ദേഹം ഒരു 2000 സ്കൂളുകൾ, എവിടെയാണ് ശ്രീ വേണു 2000 സ്കൂളുകൾ പിന്നീട് നിർമ്മിച്ചത്? നമ്മൾ കണ്ട കൊച്ചിൻ മെട്രോ. ശ്രീ ചിത്രരഞ്ജൻ തന്നെ MLA ആയപ്പോൾ ഓരോ വർഷവും 5 കോടി രൂപ വെച്ച് MLA ഫണ്ട് ഉപയോഗിക്കുന്നു. കേരളത്തിലെ വികസനത്തിന്റെ ഭാഗമാണ്. ആശുപത്രികൾ, കേരളത്തിലെ പുതിയ വിദ്യാഭ്യാസ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും കോളേജുകൾ, ഗവൺമെന്റ് കോളേജുകൾ, പുതിയ മെഡിക്കൽ കോളേജുകൾ, ഇതൊക്കെ കാലാകാലമായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. അല്ലാതെ കിഫ്ബി വന്നതിന് ശേഷമാണ് ഇതെല്ലാം വന്നത് എന്ന രീതിയിൽ ഒരു ആഖ്യാനം ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. അത് ശരിയല്ല, അത് വസ്തുതാപരമായി ശരിയല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ചർച്ച കേൾക്കുന്ന ആളുകൾക്ക് തോന്നും ഞങ്ങൾ എന്തോ കിഫ്ബിയെ എതിർക്കുന്നു. ഞങ്ങൾ കിഫ്ബിയെ എതിർക്കാൻ കാരണം ഈ പൈസ 87,000 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് അതും കൊടുക്കേണ്ടത് കേരളത്തിലെ സാധാരണക്കാരന്റെ പണത്തിൽ നിന്നാണ്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ നമ്മുടെ വരുമാനത്തിൽ നിന്നെടുത്ത് ചെലവഴിക്കുന്നതിന് പകരം വായ്പ വാങ്ങിക്കൊണ്ട് ഈ തരത്തിലുള്ള ചെയ്യുന്ന സമയത്ത് എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നുള്ള ഒരു കണ്ടെത്തൽ വേണ്ടിയിരുന്നു എന്ന ലളിതമായ സാമ്പത്തിക ഞങ്ങൾ കേന്ദ്രത്തിലില്ല എന്ന രീതിയിൽ ചർച്ചയെ കൊണ്ടുപോകരുത്. വിജേഷേ, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു കാര്യം ചോദിച്ചു. ഈ നിങ്ങളുടെ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല തുടർച്ചയായി ജയിക്കുന്നൊരു മണ്ഡലമാണ് ഹരിപ്പാട്. കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയഴീക്കൽ പാലം ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ ഇത് വന്നതിന് ശേഷമാണ് വികസനം എന്നാണ് തോന്നുന്നത്. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയൂ. എത്ര പാലങ്ങൾ UDFന്റെ MLA-മാരുള്ള സ്ഥലത്ത് എത്ര സ്കൂളുകൾ, കെട്ടിടങ്ങൾ, ആശുപത്രികൾ, ഞാൻ പറയാം. അല്ലല്ല, PK ബഷീറിനെയും ഉദ്ധരിച്ചിരുന്നു കേട്ടോ ശ്രീ ചിത്രരഞ്ജൻ. നിജേഷ് വേഗം. അപ്പോൾ ചെന്നിത്തല, പിന്നെ PK ബഷീർ. ശ്രീ ചിത്രരഞ്ജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെയാണ് ചിത്രരഞ്ജൻ 2000 പുതിയ സ്കൂളുകൾ വന്നത്, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങൾ വന്നത്? ചിത്രരഞ്ജൻ കണക്ക് ഇന്ന് വേണ്ട. ഞാൻ 2000 സ്കൂളെന്നല്ല, കെട്ടിടങ്ങൾ വെച്ചോന്നാണ്. നിലവിലുള്ള സ്കൂളുകളും ആശുപത്രികളും ഫണ്ട് വന്നതിന് ശേഷം ചിത്തരഞ്ജൻ ഒരു കൃത്യമായി നമ്മളൊരു ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത്, അല്ല ശ്രീ നിജേഷ് ഒറ്റ കാര്യം 2000 സ്കൂളാണോ 2000 കെട്ടിടമാണോ എന്നതിൽ വളരെ സൂക്ഷ്മതയോടെ നിൽക്കുന്ന നിജേഷോടൊരു ചോദ്യം. 87,437 കോടി കിഫ്ബി കൊണ്ടുപോയി കടലിൽ കലക്കുകയാണോ ചെയ്തത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ, മറുപടി. ചോദ്യത്തിന്റെ മറുപടി, നേരത്തെയും ഇതുപോലെയുള്ള വികസന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിനുള്ള വരുമാനം അല്ലല്ലോ, ഒറ്റ 87,437 കോടി കടലിൽ കലക്കിയിട്ടില്ലല്ലോ. പിന്നെ കിഫ്ബി എന്ന് പറയുന്ന മോഡലിനോടുള്ള നിങ്ങളുടെ വിമർശനം അത് മറ്റൊരു കാര്യമാണ്. അല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞ വിമർശനം ഇന്ന് യാഥാർത്ഥ്യമായി വരുന്നു. ശരി. തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഡോക്ടർ മേരി ജോർജ് എന്തോ പറയണമെന്ന് പറഞ്ഞിരുന്നു. വേഗം ടീച്ചർ. അതായത് എനിക്ക് പറയണമെന്നുള്ളത്, അവർ ടോൾ പിരിക്കട്ടെ, ഒരു കുഴപ്പവുമില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാം ഷെഡ്യൂളിൽ സംസ്ഥാനങ്ങൾക്കുള്ള 56ാം സബ്സെക്ഷനിൽ പറയുന്നുണ്ട് കേന്ദ്രത്തിന് ടോൾ പിരിക്കാമെന്നും അതേ ഷെഡ്യൂളിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങൾക്കും ടോൾ പിരിക്കാം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ സമ്മതിക്കുന്നുണ്ട്.
അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ എന്താണ്? ഉദാഹരണത്തിന് കേന്ദ്ര മാനദണ്ഡമായിട്ട് 100 കോടിയിലധികം ചെലവ് വന്ന ഹൈവേ, നാഷണൽ ഹൈവേകൾ, അതുപോലെ സംസ്ഥാനം 50 കോടി. ആ 50 കോടിയാണോ നോമിലുള്ളത് എന്ന് ഞാൻ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടില്ല. എന്തായാലും നോംസ് അനുസരിച്ച് ടോൾ പിരിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ടോൾ പിരിക്കട്ടെ, പിരിച്ച് റവന്യൂ ഉണ്ടാക്കട്ടെ. പക്ഷെ അവിടെ ഒറ്റ സംശയം, ഇപ്പോൾ LDF ഗവൺമെന്റ് എന്ത് റവന്യൂ വന്നാലും അതൊക്കെ വകമാറ്റി ചെലവഴിക്കും. മൂന്നാം വരവിന് വേണ്ടി PR വർക്ക് ചെയ്യാനാണ് ആ ഫണ്ടിൽ നല്ല ഒരു ഭാഗം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാതെ ടോൾ പിരിക്കുന്ന ഫണ്ട് കൊണ്ട് കൃത്യമായിട്ട് കിഫ്ബി വായ്പയുടെ പലിശയും മുതലും അടയ്ക്കാൻ അവർ ഉപയോഗിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാരം വരും തലമുറയിലേക്ക് വരാതെ പൂർത്തിയാക്കട്ടെ. അത് സാധ്യമാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അനുവദനീയമാണ് എന്ന് പറയാനാണ് ഞാൻ കൈ ഉയർത്തിയത്. ശരി, മാതൃകാപരമായിട്ടൊരു സമീപനവുമാണത് ടീച്ചർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയവും. അവസാനമായി ശ്രീ രവി തേലത്ത്, ഇവിടെ NHAയ്ക്ക് നിജേഷ് ഇനി സമയമില്ലാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം ശ്രീ രവി. NHAയ്ക്ക് എന്താണോ പറ്റുക അതിന് കിഫ്ബിക്കും പറ്റും, അത് കിഫ്ബിക്കും പറ്റും. അല്ല, ടീച്ചർ പറഞ്ഞത് അതിൽ ഈ പറയുന്ന PR വർക്കിന് അത് ദുരുപയോഗം ചെയ്തുകൂടാ. അതല്ലാതെ ഈ പറയുന്ന ഒരു മാതൃകാ റവന്യൂ മോഡലായി കിഫ്ബി അത് മാറുന്നതിന് ഗുണകരമാവുമെങ്കിൽ ഉണ്ടാകട്ടെ എന്നാണ്. മാത്രമല്ല ആ നീക്കം ഭരണഘടനാനുസൃതമാണ് ടീച്ചർ പറഞ്ഞത്, ഭരണഘടനാനുസൃതമാണെന്നുമാണ് പറഞ്ഞത്. ശരി ശരി, ശ്രീ രവി തേലത്ത്, NHAA പോലെ കിഫ്ബിയായി മാറ്റാൻ പറഞ്ഞതാ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. NHAയുടെ എല്ലാ ഫണ്ടും സർക്കാരിന്റെ മുഴുവൻ ഓഡിറ്റിനും എല്ലാ സംവിധാനത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ കിഫ്ബിയുടെ ഫണ്ട് വരാൻ പാടില്ല എന്ന് നിയമസഭയിൽ വെക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് അല്ല, അപ്പൊ ഈ രാജ്യത്തിന്റെ ഓഡിറ്റിലൊന്നും ഈ ഇടപാടിൽ വരേണ്ട ആവശ്യമില്ല. ഇത്തരം ഇടപാടുകൾ രാജ്യത്തിന്റെ ഓഡിറ്റ് സമ്പ്രദായമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ടീച്ചറെ, C&AG ഓഡിറ്റ് ചെയ്തല്ലോ. അത് CAG തകർക്കാനല്ലേ കാര്യങ്ങൾ മാത്രം വേദിയാകരുത് ചർച്ച. ഞാൻ കൃത്യമായിട്ട് പറയാം, നിങ്ങളെ ഒരു കാര്യം പറയാൻ സമ്മതിക്കാതെ നിങ്ങൾ കേന്ദ്രവിരുദ്ധമായ കാര്യങ്ങൾക്ക് പ്രചരണം കൊടുക്കാൻ വേണ്ടി മാത്രം ഈ ചർച്ച ഉപയോഗിക്കരുത്. ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത്. CAGയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് ഫണ്ടാണല്ലോ കേരളത്തോട് കൊന്നോണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ NHAയുടെ മുഴുവൻ ഫണ്ടിങ്ങിന്റും കേന്ദ്ര ഏജൻസികൾ ശരിയല്ല. ഇതൊരു ഓഡിറ്റ് പ്രശ്നമായിട്ട് ചുരുക്കേണ്ടതില്ല. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഈ ടോളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വ്യക്തമാണ്, അതിപ്പോൾ ഒരു നിർദ്ദേശം മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത്, LDF കൺവീനർ പറയുന്നത്. ഏത് ടോളും ജനങ്ങളെ സംബന്ധിച്ച് ഭാരമാണ്. അതുകൊണ്ട് കിഫ്ബി ഒരു സെക്കൻഡ് കിഫ്ബി ഒരു ശാപമാകാതെ കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ ഈ ടോൾ എന്ന് ജനങ്ങളെ ശിക്ഷിക്കുന്നതല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് കൂടി സർക്കാർ പരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.